ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കാരണം ആ കാട്ടത്തി എന്ന് പറയുന്ന ഇല മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഫലമില്ല. പച്ച ഇല നിറഞ്ഞു നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ഒത്തിരി കാട്ടത്തികളുണ്ട്. മതില് പോലെ നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രയാസപ്പെടുത്തുന്ന, എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിച്ച് മടുത്തു. ചിലർ പറയാറുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തു. ഇത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനേകർ കരയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ വിശ്വാസത്തോടുകൂടി ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അനുസരിക്കും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തൊക്കെ കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ആരോടെങ്കിലും വല്ല പ്രയാസം ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ചിലർ പറയും, അവർ ഞങ്ങൾക്ക് അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത്, ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞ് വേദനിക്കാറുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുമ്പോഴും ഞാൻ എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുമ്പോഴും ആ സമയങ്ങളിലെല്ലാം ഞാൻ ഇരമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഒരു പ്രകാരം എഴുതി വെക്കാറുണ്ട്. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങൾക്കും കല്യാണം കഴിച്ചു വിടാനുള്ള ഒരു സാഹചര്യങ്ങൾ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വസ്തുവൊക്കെ വിറ്റിട്ട് വേണ്ടേ കെട്ടിക്കാൻ എന്നിങ്ങനെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. കാരണം എബ്രായ ലേഖനം 7:25 പറഞ്ഞിട്ടുണ്ട്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തന. പൂർണ്ണമായി വിടുവിക്കുന്ന ഒരു കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മളോടുകൂടെ ഉള്ളത്. അത് മാത്രമല്ല, നമ്മുടെ വിഷയങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഭാരങ്ങൾക്കും നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുകയല്ല, സ്വർഗത്തിലെ ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്വർഗീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒരു വർഷം തന്നെ എന്റെയും എന്റെ ഇളയൊരു അനിയത്തി ഡൽഹിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അവളുടെയും വിവാഹം 1 വർഷം തന്നെ നടക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ എത്ര രൂപ വേണമെന്ന് ആ ബൈബിളിൽ എഴുതി വെച്ചോ അത്രയും പൈസ എനിക്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥനയിലാണ് ആ പൈസ എല്ലാം കിട്ടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ 2 പേരുടെയും വിവാഹം 1 വർഷം തന്നെ നടക്കുവാൻ ഇടയായി തീർന്നു. ഈ സാക്ഷ്യം ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ സാക്ഷ്യം ഒന്ന് പറയണമെന്ന്. ഞാനപ്പോൾ ഈ സാക്ഷ്യം അവിടെ പറയുവാനിടയിൽ തീർന്നു. പറഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് 5 പെൺമക്കളുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആരുടെയും കല്യാണം നടന്നിട്ടില്ല. ഞാൻ വളരെ ക്ഷീണിതയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഞാൻ വളരെ ദുഃഖിതയാണ്. 2 പേർക്ക് ജോലിയുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് മറിയാമ്മ പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയിൽ തീർന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മച്ചിക്ക് അത് സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പോരുവാനിടയിൽ തീർന്നു. വീട്ടിൽ വന്നതിന് ശേഷമായിട്ട് ഹല്ലേലൂയ 1 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട മാതാവ് എന്നെ വിളിച്ചു. ഇങ്ങനെ വിവാഹാലോചന മോൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മൂത്ത മോടെ കല്യാണം കഴിഞ്ഞു.
2-3 മാസം കഴിഞ്ഞപ്പോൾ ആ ഇളയ മകളുടെയും കല്യാണം കഴിയുവാനിടയായി തീർന്നു. അപ്പൊ 2 പേരുടെ കല്യാണം 1 വർഷം തന്നെ അവിടെ കഴിയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഈ ആ ഒരൊറ്റ സാക്ഷ്യം കൊണ്ട് അവരുടെയും ജീവിതത്തിലെ ആ ദുഃഖം ഒന്ന് മാറുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന്റെ കാര്യത്തില് ഒരുപക്ഷെ പൈസ ഉണ്ടായിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന എത്രയോ പേരുണ്ട് ഈ ദിവസങ്ങളിൽ. അല്ലെങ്കിൽ നിങ്ങൾ ദൈവസേനയിൽ ഒരു വ്യവസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് എന്നെ വഴി നടത്തിയെങ്കിൽ നിങ്ങളെയും വഴി നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ മലയോട് നീങ്ങി കടൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ തക്ക സമയത്ത് വഴി നടത്തുവാൻ തക്കോണം ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഉത്തരം ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോഴാണ് കർത്താവ് നമുക്കത് തരുവാൻ തക്കോണം ഇടയാക്കി തീർക്കുന്നത്. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട്. 51-ന്റെ 10-ഉം 11-ല് യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ. പലരും പല വേദനകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിൽക്കുന്നത് കാണാം. അവരെ ഞങ്ങൾക്കിത് ചെയ്തു, അവർ ഞങ്ങൾക്കത് ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ന് പറഞ്ഞ് പലരും ഹല്ലേലൂയ വിലപിക്കുന്നത് കാണാം. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെ ഭയപ്പെടുവാൻ നീ ആർന്നാണ് ദൈവം ചോദിക്കുന്നത്. അത് തന്നെയല്ല, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. കർത്താവ് മാത്രമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവന്. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിയെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം കുടുംബത്തിലും പ്രിയപ്പെട്ടവരിലും എല്ലാവരിലും ഉണ്ടാകുന്നത് കാണാൻ തക്കോണം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അതുവരെ നമ്മളെ ദൂഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടോ ഇരുന്നവരുടെ മുൻപിൽ നമ്മൾ അങ്ങനെ വിവാഹിതരായി ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ കൂടെ അസൂയ തോന്നുമാറ് ഒരുപക്ഷെ ദൈവം നടത്തിയെന്നിരിക്കാം. തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി അത് തരാതെ എന്റെ ദൈവം ഇരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മള് ദൈവത്തിന്റെ വാക്കുകളെല്ലാം കേട്ടനുസരിക്കുമ്പോൾ ഹല്ലേലൂയ ദേശത്തിലെ നന്മയെല്ലാം നമ്മൾ അനുഭവിക്കുക ചെയ്യുന്നത്. മറുത്ത് മത്സരിച്ചാലോ വാളിനിരയായി തീരുമെന്ന യെശയ്യാ പ്രവചനം 1-17 പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. ആ എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കും. ആ നന്മയുടെ വാതിലെല്ലാം ദൈവം തുറന്നു തരും. അത് മാത്രമല്ല, യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിലെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏതനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾപ്പി. അപ്പോ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് നമ്മൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നുവെങ്കിലും ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. അപ്പോ നമ്മൾ തീർച്ചയായിട്ടും അതിലെ ശൂന്യ സ്ഥലങ്ങളെ ദൈവം ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏതനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെ ആക്കുന്നു. യഹോവയുടെ തോട്ടത്തെ പോലെ ആക്കുവാൻ തക്കോണം. ഹല്ലേലൂയ. ആ യഹോവയുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദാമിനും ഹവ്വായ്ക്കും അവിടെ എല്ലാ ഫലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോരേണ്ടി വന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏദനെ പോലെ ഞാൻ നിങ്ങളെ ആക്കും. നിങ്ങളുടെ ശൂന്യ സ്ഥലങ്ങളെല്ലാം ഞാൻ പണി. അവിടെ ഒന്നിനും കുറവില്ല. രൂത്തിനോട് ഒരിക്കൽ ബോസ് പറയുന്നുണ്ട്, മകളെ നീ പിറക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ നിനക്ക് എല്ലാം ഉണ്ട്. കാരണം ഈ സുവിശേഷ വയലിൽ നമ്മൾ കാലെടുത്ത് വെച്ച അന്ന് മുതൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതും എന്നുള്ളതായ ഒരു ഉറപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഒരിക്കൽ അബ്രഹാം പറയുന്നുണ്ട്, ആ അബ്രഹാമിനോട് ആ മകൻ ചോദിച്ചു, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, പക്ഷെ ആടെവിടെ, യാഗം കഴിക്കാനുള്ള ആടെവിടെയും ചോദിച്ചു പറഞ്ഞു, യഹോവയിലെ അവൻ കരുതും. എപ്പോഴും കർത്താവ് നമുക്ക് കരുതും എന്നുള്ള ഒരു ധൈര്യം
നമ്മളെ ഭരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുറിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എന്റെ ശാസനം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളമില്ലായികയാൽ അതിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവിന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ദൈവം നമുക്ക് ചുറ്റും തീമതിലാണെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവം തീമതിലായിരിക്കുന്ന ഈ പ്രധാന അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ദാവീദ് ഒരിക്കൽ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. അവന്റെ ജീവിതത്തിൽ ദുർഘട സമയങ്ങൾ വന്നപ്പോൾ, വേദനിക്കുന്ന സമയങ്ങൾ വന്നപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എനിക്കിപ്പോ യുദ്ധത്തിനൊന്നും പോകാൻ സമയമില്ല, പക്ഷെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. നമുക്കറിയാം ശത്രു ഉയർത്തി വെച്ചിരിക്കുന്ന മതിൽ എത്ര ഉയരത്തിലാന്നേരം യോശുവയും കൂട്ടരും ആ മതിലിടിയുവാനായിട്ട് 7 ദിവസം ആ കാഹളം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഊതുകയും അല്ലെങ്കിൽ ആർപ്പിടുകയും ചെയ്തപ്പോൾ ആ മതിലിടിഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പക്ഷെ പെട്ടെന്നുള്ള നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് അത്രയും സാധിച്ചില്ല എങ്കിലും നമുക്കറിയാം ആ ദാവീദ് പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിലെല്ലാം ചാടിക്കിടക്കും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തനൻ കൂടെയുണ്ടേ, സർവശക്തനൻ കൂടെയുണ്ടേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിന്റെ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ, വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്,
വീണ്ടെടുപ്പാൻ കഴിയാതെ എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല വെടിവെപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 59 അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് എന്റെ കൈ കുറുകിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ കരം ശക്തമായി തന്നെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കൈ കുറുകിയിട്ടില്ലെന്നാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ദൈവം രക്ഷകനായ ദൈവമാണെങ്കിൽ ആ രക്ഷ വരുത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വേദനയുടെ മധ്യത്തിൽ നിങ്ങളായിരുന്നാലും, ഹല്ലേലൂയ, ഏത് ദുഃഖത്തിന്റെ മധ്യത്തിൽ നിങ്ങളായിരുന്നാലും, ഹല്ലേലൂയ, രക്ഷിപ്പാൻ ഹല്ലേലൂയ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. വീണ്ടെടുപ്പാൻ ഹല്ലേലൂയ അവന് ശക്തിയുണ്ട്. എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല വെടിവെപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ ഞാൻ എന്റെ ശാസനം കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളമില്ലായാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, വേദനപ്പെട്ട ഒരാൾ നമ്മളോട് ഒരു വിഷയം ഹല്ലേലൂയ പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മളവരെ ബലപ്പെടുത്തുന്ന വാക്കുകളും വചനങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവരുടെ മനസ്സ് ഉണർന്നു വരുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെതായ അത്ഭുതകരം. ഹല്ലേലൂയ. എന്റെ ശാസനം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു. ആ മോശ നിലവിളിച്ചപ്പോൾ ചെങ്കടൽ കരയിൽ, ഹല്ലേലൂയ, ആ ചെങ്കടൽ രണ്ടാകുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെല്ലാം അക്കരെ കടക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ആ ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തരുന്ന എന്തിനെന്നറിയാമോ? അത് രാവിലെ തോറും ഉണർത്തുന്നു. ഹല്ലേലൂയ. യഹോവയെ കർത്താവിന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. ഹല്ലേലൂയ. ആ ചെവി തുറക്കുമ്പോൾ കർത്താവിന്റെ വചനം കേൾക്കേണ്ടതിന്, ഹല്ലേലൂയ, ആ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അപ്പൊ ആ ദൈവത്തോടുകൂടിയുള്ള വചനം, ഹല്ലേലൂയ, തുറന്നു രാവിലെ തന്നെ വായിക്കുമ്പോൾ തന്നെ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടുള്ള ആ കൂട്ടായ്മ, ഹല്ലേലൂയ, അത് ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയുന്നത്, അയ്യോ, എന്റെ ദൈവത്തിന് ഇത്രമാത്രം നമ്മളോട് സ്നേഹമുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആരെ വിശ്വസിച്ചിരിക്കുന്നതിന് ഞാൻ അറിയുന്നു, അവനെന്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാ, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. അപ്പൊ അവൻ ആ ദിവസം വരെ എനിക്ക് സൂക്ഷിപ്പാൻ തക്കോണം. ഹല്ലേലൂയ. എനിക്ക് കരുതലുള്ളവനാണെന്ന് ആ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. നമ്മളെ സൂക്ഷിപ്പാനും, ഹല്ലേലൂയ, നമുക്ക് കരുതുവാനും, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുവാനും, ഹല്ലേലൂയ, നന്നായി അറിയുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ വേദനപ്പെട്ട് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, എന്നാൽ നിങ്ങൾ ചിരിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവീൻ. ഹല്ലേലൂയ. സന്തോഷിച്ച് ഉല്ലസിപ്പാനല്ല, സന്തോഷിച്ച് തുള്ളുവീൻ, തുള്ളിച്ചാടണം. ഹല്ലേലൂയ. കാരണം നമ്മളെ വിടക്കെന്ന് എണ്ണുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അഴുക്കാന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളോട് പ്രിയമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ, ഹല്ലേലൂയ, ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. സകല മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. നമുക്കറിയാം, എല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കുന്ന സമയത്താണ് ഈ കൊറോണ വൈറസ്, ഹല്ലേലൂയ, ഈ ഭൂലോകത്തിലൂടെ നീളം ഇങ്ങനെ വന്ന് മനുഷ്യരെ മുഴുവനും വേദനയിലാക്കി തീർക്കുവാനും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഒക്കെ താമസിക്കേണ്ട ഒരു ഗതികേടിലൊക്കെ മനുഷ്യർക്കെല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു വേദന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. ഇനി ഇത് മാറത്തില്ലെന്ന് എല്ലാ ദിവസവും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു വാക്ക് എന്റെ കർത്താവ് കൽപ്പിച്ചാൽ മതി, ഇതെല്ലാം സ്റ്റോപ്പാകും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കാരണം മറുത്തു മത്സരിക്കുന്ന ജനത്തിനിടയിലേക്ക് ദൈവത്തിൻ്റെതായ ആ കരം നീട്ടും. ഹല്ലേലൂയ. ഈ ജീവനുള്ള ഒരു സത്യ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, ഹല്ലേലൂയ, മനുഷ്യൻ അത് മനസ്സിലാക്കാതെ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി അതിനെയൊക്കെ ആരാധിച്ചുകൊണ്ട്, ആ സൃഷ്ടികളെയൊക്കെ ആരാധിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ മറന്ന് ഇരിക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുകയും ചെയ്യുന്ന നാളുകൾ വരുന്നുണ്ട്. അത് വരുന്നതിന് മുൻപേ ഇവിടെ പറയാണ്, ഹല്ലേലൂയ, നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. അതാകുന്ന സകല മനുഷ്യർക്കും വേണ്ടത്. ആ ദൈവം നല്ലതും സകലതും തീയതുമായ സകല പ്രവൃത്തികളുമായി നിങ്ങളെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പൊ നമ്മളെ ചെയ്ത പ്രവൃത്തികൾ നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കാണ്ട് നമ്മളെല്ലാരും ആ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടതാ. അപ്പൊ അവിടോട്ട് വരുത്തും. അപ്പൊ ദൈവത്തിനെല്ലാം അറിയാം. ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, മനുഷ്യരുടെ സകല രഹസ്യ പാപങ്ങളും അവന്റെ കണ്ണിന്റെ മുൻപിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ രഹസ്യമായ പാപങ്ങൾ വരെയും കർത്താവിന്റെ കണ്ണിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് മറവായിട്ടൊന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഹല്ലേലൂയ ഏറ്റു പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ദേശത്തിനും പട്ടണത്തിനും മനുഷ്യർക്കും എല്ലാം അതിന്റെ വിടുതലും സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാഞ്ഞിട്ടില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അനേക സ്ഥലങ്ങളിലും പ്രാർത്ഥനയില്ല. എല്ലാവർക്കും ഒന്നും ഇത് മനസ്സിലാകുന്നില്ല. ഇത് ദൈവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദൈവം ചെയ്യാതെ ഇതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ ദൈവമാണ് ചെയ്തിരിക്കുന്നത്. ഈ സത്യമൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മനുഷ്യർക്കില്ലാതെ പോകുന്നതാണ് ജീവിതത്തിലുള്ള എല്ലാ പരാജയത്തിന്റെയും കാരണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, ആർക്കെങ്കിലും ഹല്ലേലൂയ ആ ഹൃദയത്തിൽ ഹല്ലേലൂയ താഴ്മയോട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് ഇത് വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ ആ ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തി കൊടുക്കുന്ന ദൈവമാണ്. ആ സൗഖ്യദായകനായ ദൈവമാണ് നമ്മളോടുകൂടെ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിന്റെ വഴികളുമല്ല. വാനം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വിചാരങ്ങളെക്കാളും ഹല്ലേലൂയ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും എന്റെ വഴികൾ ഉന്നതമായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തന്റെ ജീവിതത്തിൽ ഉന്നതമായിട്ട് തന്നെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ലോകത്തിൽ ആരൊക്കെയാണ് ഹല്ലേലൂയ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നെന്ന് അറിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആഗ്രഹിച്ചാണ് ദൈവം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളൊരു ഉണ്ടോ, ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഹല്ലേലൂയ ആ കടന്നു വരുന്ന ജനത്തിനും ആ ദേശത്തിന് ദൈവം തീർച്ചയായിട്ടും വിടുതൽ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു നമ്മളെ കുറിച്ച്. ഹല്ലേലൂയ. അത് എണ്ണിയാൽ മണലിനേക്കാൾ അധികമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ആകെത്തുക എത്ര വലിയത് ഹല്ലേലൂയ നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. ആ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുള്ള ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഏത് ദേശത്തായാലും ഏത് മനുഷ്യർ എവിടെ ഇരുന്നാലും അവരെ മുഴുവനും കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സകല രഹസ്യഭാവങ്ങളും അവന്റെ മുഖപ്രകാശത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ഇന്ത്യ രാജ്യം മുഴുവനും അല്ലെങ്കിൽ ഭൂലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ആ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ നോക്കി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഈ വേദനകളെല്ലാം മാറി ദൈവം സൗഖ്യവും സമാധാനവും സന്തോഷവും പകർന്നു തരും. ഹല്ലേലൂയ. ആ ദൈവത്തെ മറക്കാതെ ജീവിതകാലത്ത് ഹല്ലേലൂയ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സമാധാനം ഹല്ലേലൂയ അരുളുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗം പറഞ്ഞ, യൗവനക്കാരാ യൗവനകാലത്തിൽ നീ സന്തോഷിക്കുക. ഹല്ലേലൂയ. നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, യൗവനക്കാരാ നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ ഏൽപ്പിക്കാം. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. യൗവനക്കാരി നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. പിന്നിക്കെട്ടിയിടുന്ന ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ, നിന്നുടെ മുഖം കുഴിഞ്ഞ് അഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ.
യൗവനക്കാരി നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഹല്ലേലൂയ ഈ കാട്ടത്തെ നോക്കി ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ പല തരത്തിലുള്ളതായ വിഷമമുള്ള വിഷയങ്ങളെ നോക്കി വേദനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, അത് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ, നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്യുന്ന കരമാണ്. ഹല്ലേലൂയ, വാസ്തവമായി എന്റെ കൈ കുറിയിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൈ ഒരിക്കലും കുറിയ കൈ അല്ല. അല്ലെ, വിശാലമായി നമ്മളെ നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയമായാലും ഹല്ലേലൂയ അത് ഞങ്ങൾക്ക് എഴുതി അയക്കാൻ മറക്കരുണ്ട. ഞങ്ങളെ വിളിക്കുക, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഞാനിപ്പോൾ തന്നെ ഹല്ലേലൂയ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഞങ്ങളെ അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഭാരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അനേകർക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ സമാധാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഉന്നതൻ തന്നെ. ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ, പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ, വേദനയോടുകൂടി ഹല്ലേലൂയ ഭാരത്തോടുകൂടി ഇരിക്കുന്ന ജീവിതങ്ങളെ ഒക്കെ കർത്താവേ ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, വേദനിക്കുന്ന വിധത്തിലുള്ളതായ കാട്ടത്തി യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ആ വിടുവിക്കുന്ന ദൈവം ഇറങ്ങി വരുന്നതിനാൽ സ്തോത്രം. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഹല്ലേലൂയ, കർത്താവെ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ വേദന അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ, ഭാരമുള്ള വിഷയങ്ങളെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് തന്നെ കർത്താവെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.